ഹലോ ഫ്രണ്ട്സ്, ഗുളിക കഴിക്കാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ ഇപ്പം ഞാൻ ഗുളിക കഴിച്ച പോലെ എല്ലാ പ്രാവശ്യവും നിങ്ങളും വെള്ളത്തിൻ്റെ കൂടെ തന്നെയായിരിക്കും ഗുളിക കഴിക്കാറുണ്ടാവുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒന്നിക്കൽ ഗുളികേൻ്റെ രുചി അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ ചായയോ കാപ്പിയോ പാലോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഗ്ലാസ് വെള്ളം പോയി എടുക്കണ്ടേ, അതിൻ്റെ മടിക്ക് പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചായൻ്റെ കൂടെയോ കാപ്പീൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഫ്രൂട്ട് ജ്യൂസിൻ്റെ കൂടെയോ ഗുളിക കഴിച്ചിട്ടില്ലേ? അങ്ങനെ ഗുളിക കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏതാണ് പറയുന്നത്. ഞാൻ ഡോക്ടർ പ്രസൂൺ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കോഫി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കോഫി കുടിച്ചാൽ ഉറക്കം വരില്ല, പെട്ടെന്നൊരു എനർജി കിട്ടും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. കുറേ ആൾക്കാർ കോഫി സ്ഥിരമായിട്ട് കുടിക്കാറുണ്ട്. കോഫീൻ്റെ ഈ ആക്ഷൻസ് എല്ലാം നടത്തുന്നത് കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റാണ്. അപ്പോൾ ഈ സെയിം കണ്ടൻറ്റ് നമ്മൾ കഴിക്കുന്ന ചില ഗുളികകളും ഉണ്ടാവും. കഫീൻ തന്നെയല്ല, പക്ഷേ അതിൻ്റെ പോലത്തെ സെയിം കെമിക്കൽ സ്ട്രക്ചറുള്ള ഒരു കണ്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതാണ്. കാപ്പി അല്ലെങ്കിൽ കോഫീൻ്റെ കൂടെ ഈ പറയുന്ന ഗുളികകൾ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആസ്മക്ക് കഴിക്കുന്ന ചില മരുന്ന്, എക്സാമ്പിൾ ടെർബ്യൂട്ടലിൻ, ആൽബ്യൂട്ടറോൾ. അപ്പോൾ ഇങ്ങനത്തെ ആസ്മക്ക് കഴിക്കുന്ന മരുന്ന് ഇവർ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ കഫീനും ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ തോന്നും, പ്രഷർ കൂടുന്ന പോലെ തോന്നും, ചിലപ്പോൾ ചെറിയൊരു തല കറക്കം പോലെയോ അങ്ങനെയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില ആൻറ്റിബയോട്ടിക്സ്, സിപ്രോഫ്ലോക്സിസിനൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആൻറ്റിബയോട്ടിക് കോഫീൻ്റെയൊക്കെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ എഫക്റ്റ് കുറയും. പിന്നെ എലൻഡ്രോണേറ്റ്, അതൊരു ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ എല്ലിൻ്റെ തേയ്മാനത്തിന് കൊടുക്കുന്ന ഒരു ഗുളികയാണ്. അത് കോഫീൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. കോഫീനെ പോലെ വേറെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മളെ നെർവസ് സിസ്റ്റം, അതായത് തലച്ചോറിനെയും നെർവസ് സിസ്റ്റത്തിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വേറെ ചില മരുന്നുകളുണ്ട്, എഫിഡ്രിൻ, ആംഫിറ്റമിൻ. അപ്പോൾ ആ ടൈപ്പിലുള്ള മരുന്നുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കോഫി കഴിച്ചാൽ രണ്ടും കൂടിയും പ്ലസ് ഇഫക്റ്റ് ആയിരിക്കും, കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. ബർത്ത് കൺട്രോൾ പിൽസ്, എല്ലാ ടൈപ്പ് പിൽസും ഇല്ല. കോൺട്രാസെപ്റ്റീവ്സ്, ചില ഈസ്ട്രോജൻ കണ്ടൻ്റ് ഉള്ള കുറച്ച് ടൈപ്പ് പിൽസ് കോഫീൻ്റെ കൂടെ കഴിച്ചാൽ അതിൻ്റെ ആക്ഷനെ വ്യത്യാസപ്പെടുത്തും. പിന്നെ കുറച്ച് ആൻറ്റി ഡിപ്രസൻറ്റ് മരുന്നുകൾ, അതിൽ ഏറ്റവും കാര്യമായിട്ട് പറയാനുള്ളത് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോഫി മരുന്നിൻ്റെ കൂടെ കഴിച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ. കോഫീൻ്റെ സെയിം ആക്ഷനാണ് ടീനും വരുന്നത്, ചായക്കും വരുന്നത്. പക്ഷേ കോഫീൻ്റെ അത്രയും കഫീൻ കണ്ടൻറ്റ് ചായയിലില്ല. കോഫി സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ കൂടെ കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യം പറയാം. സോഡ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, എക്സാമ്പിൾ പെപ്സിയോ കൊക്കക്കോളയോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ചില മരുന്ന് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ കുറയ്ക്കും. ഇതിന് അസിഡിറ്റി ഉണ്ടാവും സോഫ്റ്റ് ഡ്രിങ്ക്സിന്. അപ്പോൾ ഈ അസിഡിറ്റി കാരണം മരുന്നിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീനെ അവർ കുറയ്ക്കും. അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻറ്റിബയോട്ടിക്സിനൊക്കെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ആൻറ്റിബയോട്ടിക്സ് മാത്രമല്ല, പലതരം മരുന്നുകളും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കൂടെ, കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ കൂടെ കഴിക്കാതിരിക്കുന്നതാണ് ഭേദം. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ വേറെ ഒരു കാര്യം പറയുമ്പം, അയൺ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന ആൾ, നിങ്ങൾക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടെങ്കിൽ നിങ്ങൾ അയൺ സപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും ഡോക്ടർ. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ച് കഴിഞ്ഞാൽ അയണിൻ്റെ അബ്സോർപ്ഷൻ തീരെ കുറയ്ക്കും. അപ്പോൾ നിങ്ങൾ അയൺ ഗുളിക വാങ്ങി കഴിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കൂടുന്നുണ്ടാവില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ളത് പാൽ, മിൽക്ക്, അതിൻ്റെ കാര്യമാണ്. പശുവിൻ്റെ പാലിനെ പറ്റിയിട്ട് പറയാം. അത് കഴിക്കുന്ന പലവരും ഉണ്ട്. ഗുളിക കഴിക്കുമ്പം വെള്ളത്തിൻ്റെ കൂടെ കഴിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് പാൽ ഓൾറെഡി ഉണ്ട്, എന്നിപ്പം അതിൻ്റെ കൂടെ കഴിച്ചാൽ കുഴപ്പമുണ്ടാവോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയാം. പാലിൻ്റെ കൂടെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതും രണ്ട് തരം ഗുളികകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കാൽഷ്യത്തിൻ്റെ ഗുളിക സേഫായിട്ട് കഴിക്കാം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാം. ചില നാട്ടിലുകളിലൊക്കെ ഫോർട്ടിഫൈഡ് മിൽക്ക് കണ്ടെയ്നിങ് അയൺ വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയും കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി പാലിൻ്റെ കൂടെ ഗുളിക, ഏതെല്ലാം ഗുളിക കഴിച്ചാലാണ് പ്രശ്നമാവുന്നതെന്നുള്ളത് പറയാം. അതിൽ ആദ്യം വരുന്നത് തൈറോയിഡിൻ്റെ ഗുളികയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. ആ തൈറോയിഡിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കില്ല. നിങ്ങൾ ആ ഗുളിക കഴിക്കുന്നത് വെറുതെ ആവും. അപ്പോൾ പാലോ റിച്ച് ആയിട്ടുള്ള ചായയോ കാപ്പിയോ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം.
പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഡോക്സിസൈക്ലിൻ അഥവാ ടെട്രാസൈക്ലിൻ ഗ്രൂപ്പിൽ വരുന്ന ആൻറ്റിബയോട്ടിക്സ്. നിങ്ങൾക്കിപ്പം മഴക്കാലം വരുമ്പം ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നെല്ലാം ഈ പറഞ്ഞ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ഗുളിക തന്നിട്ടുണ്ടാവും. അത് പാലിൻ്റെ കൂടെ കഴിച്ചാൽ പ്രശ്നമാവും. അധികം മഴക്കാലത്ത് ഇത് തരുന്നത് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്സിസൈക്ലിൻ തരുന്നത്. പ്രൊഫൈലാക്സിസ് ആയിട്ട് മുൻകൂറായിട്ട് ഡോക്സിസൈക്ലിൻ കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് ആൾക്കാർ, വെള്ളത്തിലിറങ്ങി പണി ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെയാണ് ഡോക്സിസൈക്ലിൻ്റെ ഗുളിക കഴിക്കാറ്. അതല്ലാതെയും ഡോക്സിസൈക്ലിൻ സ്ഥിരമായിട്ട് സാധാരണയായിട്ട് ഡോക്ടർമാർ കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്. അത് പാലിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം ചില അലർജി പോലത്തെ പ്രശ്നങ്ങൾ ചില ആൾക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഗുളിക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രഷ് വാട്ടർ അതിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും. വേറെ ഒരു അവസ്ഥയും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് കുടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. ഞാൻ എല്ലാ മെഡിസിൻസൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾക്ക് ഡോഫോഡി ആപ്പിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കാം. ഈ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്താലും മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേപോലത്തെ ഒരു കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ.